ശ്യാമയോടും അവൾ കൊത്താശ ചെയ്യുന്ന അഖിയോടും ഇനി ഞാൻ പൊറുക്കില്ല. എന്നിട്ട് വസു അഖിയോട് ശ്യാമയോട് സംസാരിച്ചോ? അവർക്ക് പറയാനുള്ളത് കേട്ടോ? അയ്യോ, അതൊന്നും ചോദിച്ച് വീണ്ടും എന്റെ അമ്മയെ പ്രഷർ കേറ്റല്ലേ അച്ഛാ. അമ്മ ചോദിച്ചതിന് അവര് മറുപടി പറഞ്ഞ കേട്ടാലേ അഭിമാനമുള്ളവര് അപ്പ പോയി തൂങ്ങിച്ചാവും. പുകഞ്ഞ കൊള്ളി പുറത്തെന്നാണ് പണ്ടുള്ള ആളുകളൊക്കെ പറയാ. അതാ ഇനി നമുക്കും വേണ്ടത്. പ്രത്യേകിച്ചും ആ ശ്യാമ. അവളുമായിട്ട് ഇനി നമുക്ക് ഒരു ബന്ധവും വേണ്ട. തകർന്നു നിൽക്കുക എന്റെ അമ്മ. വാ അമ്മേ, അകത്ത് വന്ന് വിശ്രമിക്ക്. ഞാൻ നല്ല തണുത്ത ജ്യൂസ് കൊണ്ടുവരാൻ പറയാം. വാ അമ്മേ, വന്നേ. ഇല്ലെങ്കിൽ തളർന്നു വീഴും അമ്മ. വാ. അയ്യോ അമ്മേ, സൂക്ഷിച്ച് വാ. എന്നാലും 2 കോടി രൂപ, അത്രയും തുക അഖിയുടെയും ശ്യാമയുടെയും കയ്യിൽ കാണില്ല. അപ്പോ ബാങ്ക് ഗ്യാരണ്ടി 2 കോടി രൂപ കൊടുത്തത് ആരാ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അഖിക്കും ശ്യാമയ്ക്കും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ കമ്പനിയെ ഒരു വലിയ തകർച്ചയിൽ നിന്നും രക്ഷിച്ചല്ലോ. ഇതാ ഇപ്പൊ നന്നായേ. അമൃതയെടുത്തി ഞങ്ങളോട് നന്ദി പറയുന്നേ. ശരിക്കും നന്ദി പറയേണ്ടത് അമൃതയെടുത്തിയോടാ. ഇതൊരു വല്ലാത്ത ത്യാഗ. വിവാഹം കഴിഞ്ഞ് വന്നു കയറിയ വീടിനെയും അവിടുത്തെ അച്ഛനും അമ്മയെല്ലാം ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവര് അമൃതയെടുത്തിയെ പോലെ കുറച്ചു പേരെ ഇന്നുണ്ടാവും അല്ലേ? അമൃതയെടുത്തിയപ്പോ ഒരു വലിയ തകർച്ചയിൽ നിന്ന് നമ്മുടെ കമ്പനിയെയും കുടുംബത്തെയും എല്ലാവരെയും രക്ഷിച്ചിരിക്കുന്ന. അഖി, അതിനെന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മരുമകളുടെ അല്ല, ഒരു മോളുടെ തന്നെ കടമയായത്. അതെന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്തു, അത്ര തന്നെ. എന്നാലും ഇത്ര പെട്ടെന്ന് 2 കോടി രൂപ അത് അമൃതയെടുത്തി എങ്ങനെയാ സംഘടിപ്പിച്ചേ? ശ്യാമയം, അത് എന്റെ പേരിൽ കുറച്ച് കുടുംബസ്വത്ത് അച്ഛൻ തന്നിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിനടുത്താ. ഇപ്പൊ നല്ല വില കിട്ടുന്ന സ്ഥലമാ. അത് ലീസിന് കൊടുത്തു. മായ ഇതിനിടയിൽ കൊട്ടേഷനുമായിട്ട് വരുന്നു എന്നുള്ള രഹസ്യ വിവരം നിങ്ങൾ അറിഞ്ഞതാ നല്ലതായേ. കൃത്യസമയത്ത് നിങ്ങൾക്കത് ആദ്യേട്ടനെ വിളിച്ചു പറയാൻ തോന്നിയത് അതിനേക്കാൾ വലിയ ഭാഗ്യമായി. ആദ്യേട്ടൻ അപ്പോഴേ എന്നോട് പറഞ്ഞതാ, ഇത് അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല, കൂടുതൽ തുക ബിഡ് വെക്കാൻ ഐശ്വര്യ സമ്മതിക്കില്ലെന്ന്. എന്തെങ്കിലും പറഞ്ഞ ഐശ്വര്യ അമ്മയുടെ മനസ്സ് മാറ്റുമെന്ന്. പിന്നെ എന്താ വഴിയെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോഴാ ഈ ഒരു മാർഗം തെളിഞ്ഞു വന്നത്. അമ്മയച്ഛനും എല്ലാവരും കരുതുന്നത് ലേലത്തിന് പിടിച്ച മിഷണറീസ് എല്ലാം ഞങ്ങളെ തുടങ്ങാൻ പോകുന്ന ഫാക്ടറിയുടെ ആവശ്യത്തിനാണെന്ന്. ഞങ്ങൾ വേറെ പുതിയ മിഷണറീസ് എടുക്കാൻ പോവാ. അതിന്റെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. പുതിയ ഫാക്ടറി അല്ലേ, ഗ്യാരണ്ടി ഉണ്ടാവും. അതാ സേഫ്. ഇനി ഇന്ന് ലേലത്തിൽ പിടിച്ച മിഷണറീസ് നമ്മുടെ കമ്പനിയിൽ കൊണ്ട് എത്തിക്കുമ്പോഴാ ശരിക്കും അമ്മയും അച്ഛനും എല്ലാവരും ഞെട്ടുന്നത്. അതുവരെ അഖിലും ശ്യാമയും ഞങ്ങളെ ചതിച്ചൂന്ന് ഐശ്വര്യടുത്ത് പാടി നടന്നോട്ടെ. എന്നാലും അച്ഛനും അമ്മയ്ക്കും അത് വിഷമാവില്ലേ? എന്താ സംഭവിച്ചെന്ന് അഖിൽ സാർ എന്നെ അച്ഛനോട് വിളിച്ചെന്ന് പറഞ്ഞേ. അതൊന്നും വേണ്ട. കമ്പനിയിൽ ആ മെഷീനറീസ് വരുമ്പോ എല്ലാവരും അറിഞ്ഞാൽ മതി. അതുവരെ ഈ കാര്യം അവർക്കെല്ലാം ചെറിയൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. ഈ അഖിൽ സാറിന്റെ ഒരു കാര്യം ഒന്നുകൂടും. എന്തുട്ടി ശ്യാമേ? എന്താ ശ്യാമേ? എന്തോ വേദന പോലെ. എന്തെങ്കിലും ഗ്യാസ് പ്രോബ്ലം ആയിരിക്കും. അതാവും. അല്ല, വലിയ വേദന ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവാം. കൊണ്ടുപോകാം. സാറില്ല, വേണ്ട, വേണ്ടെടുത്തേ.
ആന്റിയോ ആദ്യം ആരെങ്കിലും കണ്ടോ? ഇല്ല, ഉറക്ക. ശരി, മോള് വാ. സൂക്ഷിച്ചു. മോളെ, മോളുടെ അമ്മ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുക. അമ്മയെ കാണാൻ എനിക്ക് കൊതിയായി. ആണോ? മോള് വാ. വാ. അതേട്ടാ, ശ്രീകുട്ടിക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. ടൈം ലേറ്റായി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഹോസ്പിറ്റലിൽ പോകാൻ ലേറ്റായോ? അല്ല, അത് ഗസ്റ്റ് ഹൗസിലേക്ക് അല്ല, ഹോസ്പിറ്റലിലേക്ക്. നീ ആദ്യം ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. ഹോസ്പിറ്റലോ അത് ഗസ്റ്റ് ഹൗസോ? ഹോസ്പിറ്റല് പോട്ടെ, മോൾക്ക് നല്ല പനിയാ. ഇനി നീ ഉരുണ്ട് കളിക്കണ്ട. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എൻ്റെ അനുജനാ നീ. ഇപ്പം എന്നെക്കാളും വളർന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇതത്ര നല്ല കാര്യമല്ല. ഏട്ടാ, നിന്നെ വിശ്വസിച്ച് കഴിയുന്ന സ്വന്തം ഭാര്യയുടെ കണ്ണീര് കൊണ്ടാ നീ ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പോകുന്നത്. അത് മോനെ നീ മറക്കരുത്. അതുപോലെ ജീവിതം തന്നെ കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. മനസ്സിലായി? എത്താൻ വൈകിട്ട് വിളിക്കുന്നതാ. മോളെ, മോള് വന്നേ. ആരാ തടയുന്നതെന്ന് കാണണമല്ലോ. വന്നേ. അവളുടെ അടുത്തേക്ക് പോട്ടെ. അവിടെ വെച്ച് ഞാൻ കാണിച്ചു കൊടുക്കും. അരുണേ, ഐശ്വര്യ കൂടെയുണ്ട്. ഈ ഐശ്വര്യ ആരാണെന്ന് അരുണിന്റെ കാമുകി ശരിക്കും അറിയും. മോളെ, വേഗം കയറിക്കും. അരുണിനെ ശ്രീകുട്ടി ഇതുവരെ കണ്ടില്ലല്ലോ. വിളിച്ചപ്പോൾ അവർ പുറപ്പെട്ടു എന്നല്ലേ പറഞ്ഞ? ഒറ്റയ്ക്കേ ഉള്ളോ? എന്താ ഇന്നും മറ്റേയാൾ വന്നില്ലേ? ആര്? എല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്ത് കാണുന്നെന്ന്? പിന്നെ ഒന്നും അറിയാത്ത പോലെ. താൻ പോയി തന്റെ ഡ്യൂട്ടി നോക്കിയേ.
ഞാനാ രക്ഷിച്ചത്. എന്ത്? ഞാനാ പോലീസിൽ നിന്ന് രക്ഷിച്ചതെന്ന്. മനസ്സിലായില്ല. നിന്നെ തിരക്കിയാ SI വന്നേ. ഫോട്ടോയും കാണിച്ചു. പേടിക്കണ്ട, ഇവിടെ അങ്ങനെ ഒരാളെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്തോ വലിയ കേസിൽപ്പെട്ട് ഒളിച്ചു താമസിക്കുകയാണല്ലേ. എന്ത് കേസ്? ഞാൻ വെറും പൊട്ടനൊന്നും അല്ല, മനസ്സിലാവുന്നുണ്ട്. താൻ പോടോ. എവിടേക്കാ? എന്തിനാ ചൂടാവുന്നേ? ഞാൻ പിടിച്ചു തിന്നെയൊന്നുമില്ല. താൻ പുറത്തേക്ക് ഇറങ്ങിക്കേ. ഞാനൊരു വലിയ സഹായം ചെയ്തല്ലേ, അപ്പൊ തിരിച്ചിങ്ങോട്ടും ആവാം. എന്ത് സഹായം? പിന്നെ ഒന്നും മനസ്സിലാവാത്ത പോലെ. പുറത്തിറങ്ങ്. ചൂടാവാതെ. ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. തന്നോട് പുറത്തിറങ്ങാനാ പറഞ്ഞേ. ചൂടാവാതെ പെണ്ണേ. പുറത്തിറങ്ങടോ. ചൂടാവല്ലേ പെണ്ണേ. വിടറോ. ഇതെല്ലാം കൈ പിടിക്കല്ലേ. വിടറോ. കൈ വിടാൻ. ഇറങ്ങട പുറത്ത്. ഇറങ്ങടോ. ഇറങ്ങാൻ. ഈശ്വര, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അവൾ അത്രയ്ക്കായോ? ഞാൻ ചെന്നപ്പോ ഒരു പതിവ്രത. വഴിയുണ്ട്. ഹലോ, പോലീസ് സ്റ്റേഷൻ. ആരാ? സാറേ, ഞാൻ സെക്യൂരിറ്റിയാ. സാറൊന്നൊരു സ്ത്രീയുടെ കാര്യം അന്വേഷിച്ചില്ലേ ക്വാർട്ടേഴ്സിൽ? ആ, മനസ്സിലായി, പറയൂ. ആ പെണ്ണ് ക്വാർട്ടേഴ്സിലുണ്ട് സാറേ. അപ്പൊ എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇപ്പൊ ഇവിടെ ഉണ്ട്, വന്നാ പിടിക്കാം. ശരി, ഞാൻ ഉടനെ എത്താം. മോളെ, അമ്മ കാത്തിരിക്കായിരിക്കും അവിടെ. ഇന്ന് നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. മോളെ, പിടിച്ചിരുന്നോ?
ഇവിടെ പോയി. പോയല്ലോ. ഈ റോഡാണോ ആ റോഡാണോ കയറിപ്പോയത്? എവിടാന്ന് വെച്ചാ പോവാ? അരുൺ രക്ഷപ്പെട്ടു കളഞ്ഞു. അങ്ങനെ വിടില്ല, കണ്ടുപിടിക്കും ഞാൻ. അരുണൻ ശ്രീക്കുട്ടിയായിരിക്കും. അയ്യോ, അവളെവിടോ? സാറേ അവളവിടെ അകത്തുണ്ട്. ആ സെക്യൂരിറ്റി ജയേഷിനെ വിളിച്ചു പറഞ്ഞല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? സാറേ സാറൊന്ന് ഫോട്ടോയിൽ കാണിച്ചെന്നില്ലേ? അവളകത്തുണ്ട്. വേഗം ചെല്ലു സാറേ. ശ്ശോ, എന്നെ ജയേഷ് കണ്ടെത്തും. ചെല്ലു സാറേ. വാടോ. വാതിൽ തുറക്ക്. തുറക്കാൻ, വാതിൽ തുറക്കാൻ. ദേ അശ്വതി, പുറത്തേക്ക് ഇറങ്ങ. പുറത്തേക്ക് ഇറങ്ങാൻ. ദേ അശ്വതി, പുറത്തേക്ക് ഇറങ്ങ. തുറക്കണി. വാതിൽ തുറക്കാനാ നിന്നോട് പറഞ്ഞത്. തുറക്കാൻ. തുറക്കണി. സെർച്ച്. ഓക്കെ സാർ. സാറേ വേഗം വാ, ഇല്ലെങ്കിൽ വിളി രക്ഷപ്പെട്ടു പോവും. സാറേ ഓടിവാ സാറേ, ഇവിടെ ഉണ്ട്. സാറേ ഓടിവാ. അവിടെ നിക്കടി. ഓടിവാ സാറേ. സാറേ ഓടിവാ, വിളി രക്ഷപ്പെടും. നിക്കടി അവിടെ. പിടിക്കവിടെ. നിൽക്കാനല്ലേ പറഞ്ഞു. സാറേ വേഗം വാ, ഓടിവാ. അടങ്ങി നിക്കടി. പിടിക്കവിടെ. വിളിച്ചോ. നീ എന്താ കരുതിയേ? എന്നും എന്നെ ഇങ്ങനെ വെട്ടിച്ചു കഴിയാന്ന്? വണ്ടി കയറ്റ്. പഠിച്ച കള്ളിയ ഓടിപ്പോവും. സൂക്ഷിക്കണം. വാടി വാടി ഇങ്ങോട്ട്. നടക്കാൻ. ഇങ്ങോട്ട് നടക്കടി. ബലം പിടിക്കാതെ നടക്കടി അങ്ങോട്ട്. നടക്കടി അങ്ങോട്ട്. മര്യാദയ്ക്ക് കേറടി.